എന്താ സംഭവിച്ചത്? നീ പറയൂ സേതുപതി. ശിവക്ഷേത്രം ഭക്തജന സമുദ്രമായിരുന്നു മഹാരാജൻ. അപ്പോ ദേവസേന തമ്പുരാട്ടിയും ദർശനത്തിന് വന്നു. അത് അങ്ങ് എഴുന്നള്ളുന്ന സമയമായതുകൊണ്ട് മുഖവാതിൽ കൂടി കടത്തിവിടാതെ അടുത്ത വാതിൽ കൂടെ വരാൻ പറഞ്ഞു. ബാഹു, എന്താ ഇത്? ബാധിക്കപ്പെട്ടവനെ എന്തിനാണ് ഭയപ്പെടുത്തുന്നത്? വഞ്ചകന്മാരുടെ മനസ്സിലുള്ള വിഷം മര്യാദയ്ക്ക് ചോദിച്ചാൽ വെളിയിൽ വരില്ല രാജൻ. നീ പരിധി വിടുന്നു ബാഹുബലി. ഒരു പൂർണ്ണ ഗർഭിണിയുടെ കൈകളിൽ വിലങ്ങ് വെച്ച് വിചാരണ നടത്തുന്ന ഈ സഭ എന്നേ പരിധി വിട്ട് കഴിഞ്ഞു അമ്മേ. പൂർണ്ണ ഗർഭിണിയോ ശിശുവോ വൃദ്ധയോ നീയോ ഞാനോ വിചാരണാ രീതി ഒന്നു തന്നെ. നടന്നത് എന്താണെന്ന് അറിയുമോ നിനക്ക്? എന്താ നടന്നത് ദേവസേനെ? ശിവക്ഷേത്രത്തിൽ സ്ത്രീകൾ ഒരു വഴിയിലൂടെ പോകാൻ പറഞ്ഞു. ആ സമയത്ത് ഇയാൾ അവരുടെ ദേഹത്ത് കൈവച്ച് തടവി. എന്റെ ശരീരത്തിലും കൈവയ്ക്കാൻ നോക്കി. അവന്റെ വിരലുകൾ വെട്ടി ഞാൻ. നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വെട്ടി അരിയേണ്ടത് വിരലുകളല്ല, തലയാണ്. ബാഹുബലി, എന്ത് അഹങ്കാരത്താലാണ് എന്റെ സഭയെ അപമാനിച്ചത്? തെറ്റ് ചെയ്ത കാരണത്താൽ സേതുപതി ഭയന്ന് വിറച്ചു. സത്യം